ടാലന്റ് അക്കാഡമിയുടെ PSC ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ സലിം ഷാ. കേരള ചരിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഡിസ്കസ് ചെയ്തത്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പൊളിറ്റിക്സ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഫസ്റ്റ് പോപ്പുലർ മിനിസ്ട്രി ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നിലവിൽ വരുന്നത് ഇൻ 1948. 1948 ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നിലവിൽ വരുന്നത്. അങ്ങനെ തിരുവിതാംകൂറിന് ആദ്യത്തെ ജനകീയ മന്ത്രിസഭ ഉണ്ടാകുന്നു 1948. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ വാസ് പട്ടം എ താണുപിള്ള. പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ പോപ്പുലർ മിനിസ്ട്രി ജനകീയ മന്ത്രിസഭ തിരുവിതാംകൂറിൽ നിലവിൽ വരുന്നത്. അദ്ദേഹത്തിന് ശേഷം പറവൂർ TK നാരായണപിള്ള തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയാവുന്നു. പറവൂർ TK നാരായണപിള്ള പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് 1949 ജൂലൈ 1 തിരുക്കൊച്ചി സ്റ്റേറ്റ് ഫോം ചെയ്യപ്പെടുന്നു. മലയാളം സ്പീക്കിംഗ് സ്റ്റേറ്റ് രൂപീകരിക്കുക. For the formation of Malayalam speaking state, Travancore and Cochin merged and formed a new state, Tirukochi, in 1949, 1st July. 1949 അങ്ങനെ തിരുക്കൊച്ചി എന്ന പുതിയ നാട്ടുരാജ്യം അല്ലെങ്കിൽ പുതിയൊരു സംസ്ഥാനം നിലവിൽ വരും. ആ തിരുക്കൊച്ചിയുടെ രാജപ്രമുഖായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ ഈ 4 ജില്ലകൾ ചേർത്തുകൊണ്ടാണ് 1949 ജൂലൈ 1 തിരുക്കൊച്ചി എന്ന സംസ്ഥാനം നിലവിൽ വന്നു. അങ്ങനെ നിലവിൽ വന്ന തിരുക്കൊച്ചിയുടെ രാജപ്രമുഖ് എന്ന് പറയുന്നത് ശ്രീ ചിത്രനാൾ ബാലരാമവർമ്മയായിരുന്നു. ലാസ്റ്റ് റൂളർ ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിൻ്റെ അവസാന രാജാവായിരുന്ന ശ്രീ ചിത്രനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നിലവിൽ വരുന്നത് 1948. ആദ്യത്തെ പ്രധാനമന്ത്രി തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയും രണ്ടാമത്തെ പ്രധാനമന്ത്രി പറവൂർ TK നാരായണപിള്ളയുമാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനവും നിലവിൽ വരുന്നു. ആ തിരുക്കൊച്ചിയുടെ രാജപ്രമുഖ്, ഇന്നത്തെ ഗവർണറുടെ പോസ്റ്റ്, അന്ന് രാജപ്രമുഖ് ശ്രീ ചിത്രനാളായിരുന്നു. ആ തിരുക്കൊച്ചിയിൽ ഉൾപ്പെട്ടിരുന്ന ജില്ലകളാണ് മുൻപ് നാം സൂചിപ്പിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ 4 ജില്ലകളാണ്. ആ 4 ജില്ലയിൽ നിലവിൽ വന്ന വർഷം 1949 ജൂലൈ 1. ഈ 4 ജില്ലകൾ ചേർത്തുകൊണ്ടാണ് തിരുക്കൊച്ചി ഉണ്ടാക്കുന്നത്. ആ കാലഘട്ടത്തിൽ കൊച്ചി രാജ്യം ഭരിച്ചിരുന്നത് രാമവർമ്മ തമ്പുരാനായിരുന്നു. അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതോടുകൂടിയാണ് തിരുക്കൊച്ചി എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ആ തിരുക്കൊച്ചിയോട് ഉൾപ്പെട്ടിരുന്ന തമിഴ് സ്പീക്കിംഗ് ഏരിയാസ് ഉണ്ടായിരുന്നു. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് ആൻഡ് സം പാർട്സ് ഓഫ് ചെങ്കോട്ട താലൂക്ക്. തിരുക്കൊച്ചിയോട് കൈവശമുണ്ടായിരുന്ന അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന തമിഴ് ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, ചെങ്കോട്ട താലൂക്കിൻ്റെ കുറേ ഭാഗങ്ങൾ. ഈ പ്രദേശങ്ങളെല്ലാം എടുത്തു മാറ്റി അത് ഇന്നത്തെ തമിഴ്നാടിന് അന്നത്തെ മദ്രാസ് പ്രസിഡൻസിക്ക് നൽകി. മദ്രാസ് സ്റ്റേറ്റിന് നൽകിക്കൊണ്ടാണ് തിരുക്കൊച്ചി നിലവിൽ വരുന്നത്. മലയാളം സ്പീക്കിംഗ് സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആ തിരുക്കൊച്ചിയോട് മലബാർ ജില്ലയും ഹോസ്ദുർഗ്, കാസർഗോഡ് താലൂക്കോട് കൂട്ടിച്ചേർത്ത് ഇന്നത്തെ കേരളം നിലവിൽ വന്നു. ആ കേരളം നിലവിൽ വരുമ്പോൾ 1956 നവംബർ 1 കേരളം നിലവിൽ വരുമ്പോൾ 5 ജില്ലകളുമായിട്ടാണ് കേരളം നിലവിൽ വരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. അപ്പോൾ തിരുക്കൊച്ചിയോട് കൂട്ടിച്ചേർത്ത മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളാണ് മലബാർ ജില്ലയും ഹോസ്ദുർഗ്, കാസർഗോഡ് താലൂക്കും.
അങ്ങനെ തിരുക്കൊച്ചിയോട് ഈ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനം നിലയിൽ വരുന്നു 56 നവംബർ 1 തിരുക്കൊച്ചിയിൽ 4 ജില്ലകളെന്നും കേരളം നിലവിൽ വരുമ്പോൾ 5 ജില്ലയെന്നും വസ്തുത ഓർത്തിരിക്കുക. അങ്ങനെ കേരളം നിലവിൽ വരുമ്പോൾ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് മലബാർ ആയിരുന്നു. 1956 നവംബർ 1 കേരളം നിലവിൽ വരുന്നു 5 ജില്ലകളുമായി. 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ഷൻ ഇൻ കേരള 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 114 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. 114 നിയോജക മണ്ഡലത്തിൽ നിന്നും 126 അംഗങ്ങളാണ് ജയിച്ചു വന്നത്. ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസീസും ഡുവൽ കോൺസ്റ്റിറ്റ്യുവൻസീസും എന്നീ 2 തരത്തിലുള്ള നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഏകാംഗ മണ്ഡലങ്ങളെന്നും ദ്വയാംഗ മണ്ഡലങ്ങളെന്നും 2 തരത്തിൽ. അങ്ങനെ 114 നിയോജക മണ്ഡലങ്ങൾ. ആ 114 നിയോജക മണ്ഡലത്തിൽ നിന്ന് 126 MLA ആദ്യത്തെ നിയമസഭയിൽ. കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് എന്ന വസ്തു ഓർക്കുക. അങ്ങനെ 126 MLA 65 സീറ്റ് നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം 65 സീറ്റുകൾ. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നു. ദ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കേരള കെയിം ഇൻ ടു പവർ ഓൺ 5th ഏപ്രിൽ 1957. അങ്ങനെ ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ നിലവിൽ വരുന്നു. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 11 മന്ത്രിമാരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുള്ള ആദ്യത്തെ മന്ത്രിസഭ. ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ജനിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഏലംകുളത്ത് മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് 1909 ജനിക്കുകയും 1998 അന്തരിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആദ്യത്തെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തു. ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മത്സരിച്ച മണ്ഡലം നീലേശ്വരമായിരുന്നു എന്ന വസ്തുത ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ 57 ഏപ്രിൽ 5 നിലവിൽ വരുന്നു. ആദ്യ മന്ത്രിസഭയ്ക്ക് നേതൃത്വം EMS. ആ മന്ത്രിസഭയിൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഫിനാൻസ് വകുപ്പ് കൈകാര്യം ചെയ്തത് C. അച്യുതമേനോൻ ആയിരുന്നു. അതുപോലെ ഫുഡ് ആൻഡ് ഫോറസ്റ്റ് KC ജോർജ് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് KP ഗോപാലൻ ആയിരുന്നു. അതുപോലെ തന്നെ PWD പൊതുമരാമത്ത് പബ്ലിക് വർക്സ് TA മജീദ് ആയിരുന്നു. തദ്ദേശ സ്വയംഭരണം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു. വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ലാൻഡ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത് KR ഗൗരിയമ്മയായിരുന്നു. ലോ ആൻഡ് ഇലക്ട്രിസിറ്റി ഹോം അഫേഴ്സ് അടക്കം VR കൃഷ്ണയ്യർ ആയിരുന്നു. ഹെൽത്ത് ഡോക്ടർ AR മേനോൻ ആയിരുന്നു. ട്രാൻസ്പോർട്ട് ആൻഡ് ലേബർ TV തോമസ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ 57 ഏപ്രിൽ 5 നിലവിൽ വന്ന മന്ത്രിസഭയിൽ 11 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഒരു വനിതാ മന്ത്രി. 1957 രൂപം കൊണ്ട ആദ്യത്തെ മന്ത്രിസഭ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു പ്രതിഷേധ സമരത്തെ നേരിടേണ്ടി വന്നു. ആദ്യത്തെ ഗവൺമെൻറ് ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ ബില്ലും
പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തി. അതിനെ തുടർന്ന് ആദ്യത്തെ ഗവൺമെന്റിനെതിരെ നടന്ന സമരമാണ് 1959 നടന്ന വിമോചന സമരം. ലിബറേഷൻ സ്ട്രഗിൾ അഥവാ വിമോചന സമരം എന്നറിയപ്പെടുന്നു. വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് മന്നത്തു പത്മനാഭൻ ആയിരുന്നു. വിമോചന സമരവുമായി ബന്ധപ്പെട്ട് മന്നത്തു പത്മനാഭൻ നയിച്ച ജാഥയാണ് ജീവശിഖ റാലി. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ 1959 വിമോചന സമരം. വിമോചന സമരവുമായി ബന്ധപ്പെട്ട ജാഥയാണ് ജീവശിഖ റാലി, നയിച്ചത് മന്നത്തു പത്മനാഭൻ. ഈ സമരം, ഈ ജാഥ ചേർത്തലയിൽ എത്തുമ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതൊരു വിമോചന സമരമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണ് ഈ സമരത്തിന് വിമോചന സമരം എന്ന പേര് ലഭിക്കുന്നത്. അപ്പോൾ 59 നടന്ന ഈ സമരത്തിന് വിമോചന സമരം എന്ന പേര് നൽകിയത് പനമ്പള്ളി ഗോവിന്ദമേനോൻ ചേർത്തലയിൽ വെച്ച്. ഈ സമരത്തെ തുടർന്ന് സംസ്ഥാന ഗവർണർ ബി രാമകൃഷ്ണ റാവു കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് നൽകുന്നു, ക്രമസമാധാന നില തകർന്നു. 1959 ജൂലൈ മാസം 31-ാം തീയതി കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റിനെ 356-ാം വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിടുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ ഇടയാക്കിയ സമരമാണ് വിമോചന സമരം. 1959 ജൂൺ മാസം 12-ാം തീയതി വിമോചന സമരം ആരംഭിക്കുന്നു. വിമോചന സമരം നേതൃത്വം നൽകിയത് മന്നത്തു പത്മനാഭൻ. ആ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ജാഥയാണ് ജീവശിഖ റാലി, അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ നാം സൂചിപ്പിച്ചു വന്നത് പ്രധാനപ്പെട്ട കേരളത്തിലെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്. കേരളം രൂപപ്പെടുന്നതിന് മുമ്പുണ്ടായ ജനകീയ മന്ത്രിസഭ, 48-ൽ തിരുവിതാംകൂർ ജനകീയ മന്ത്രിസഭ ഉണ്ടാവുന്നു. ആ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുത്തത് പട്ടം താണ്ടുപിള്ളയും രണ്ടാമത് പറവൂർ ടി കെ നാരായണപിള്ളയും. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള ഇരിക്കുമ്പോഴാണ് തിരുക്കൊച്ചി ലയനം നടക്കുന്നത്. ആ തിരുക്കൊച്ചിയിൽ 4 ജില്ലകൾ ഉണ്ടായിരുന്നു: തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, കോട്ടയം. ആ തിരുക്കൊച്ചിയിൽ നിന്നും തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങൾ എടുത്തു മാറ്റുന്നു. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, ചെങ്കോട്ട താലൂക്കിൻ്റെ കുറേ ഭാഗങ്ങളും എടുത്തു മാറ്റിക്കൊണ്ടാണ് കേരള സംസ്ഥാനം തിരുക്കൊച്ചിയോട് മലബാർ കൂടി കൂട്ടിച്ചേർത്ത്, കാസർഗോഡ് കൂടി കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനം നിലവിൽ വന്നു. അങ്ങനെ നിലവിൽ വന്ന കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തത്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി ആദ്യത്തെ ഗവൺമെൻറ്റും കേരളത്തിൽ നിലവിൽ വരുന്നു.